വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് തട്ടിമുട്ടി ഒരു വിധത്തിൽ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് ഒരു ബോംബ് ഇട്ടുകൊണ്ട് വീടിനെ വീണ്ടും രണഭൂമിയാക്കാൻ ഒരുങ്ങുകയായിരുന്നു ബിഗ് ബോസ്. ആദ്യത്തെ ആഴ്ച മുതൽ 1 മുതൽ 12 വരെയുള്ള ആഴ്ചകളിൽ ഓരോരുത്തരും വീക്ക് നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ഓർത്ത് പറയുക എന്നതായിരുന്നു ആ ടാസ്ക്. എല്ലാവർക്കും ഓർത്ത് പറയാനായിട്ട് പറ്റിയിട്ടില്ല, എങ്കിലും മാക്സിമം എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയുന്നത് ഏതെങ്കിലും തെറ്റിപ്പോയാൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കുക എന്നതായിരുന്നു ശിക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ സ്ട്രെസ് ഇല്ലാതെ മത്സരാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു ഇതെന്ന് തോന്നുന്നുണ്ട്. ബിസ്ക്കറ്റിന് പകരം മുൻ സീസണുകളിൽ പോലെ പച്ചമുളക് എങ്ങാനും ആയിരുന്നെങ്കിൽ കളി മാറിയേനെ. ഓരോരുത്തരുടെയും നോമിനേഷൻസിനേക്കാളും പേരുകൾ പറഞ്ഞതിന് ശേഷമുള്ള അവരുടെ ന്യായീകരണമായിരുന്നു മാസായിട്ട് തോന്നിയത്. ഉദാഹരണമായിട്ട് ആദ്യ വീക്കിൽ ഋഷി അൻസിബയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ഇത് കാണുന്ന പ്രേക്ഷകരെയും മറ്റു പലരെയും ബോധിപ്പിക്കാൻ എന്നോണം അതിന്റെ ന്യായീകരണം കൂടി രേഖപ്പെടുത്തുന്നു. ആദ്യ വീക്കിലൊക്കെ അറിഞ്ഞു വരുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വീണിടത്ത് കിടന്ന് ഉരുളുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പലരുടെയും മുഖത്ത് അസ്വസ്ഥതകൾ ഉളവാകുന്ന വികാരങ്ങൾ പ്രകടമായിരുന്നു. എന്നാൽ വേറെ ചിലർ വളരെ കൂളായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ബിഗ് ബോസ് ഉദ്ദേശിച്ച ലെവലിലേക്ക് ടാസ്ക് പോയിട്ടില്ല എങ്കിലും വലിയ വിള്ളലുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ചെറിയ തോതിലുള്ള ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. എന്തായാലും ഇനി കൃത്യം 14 ദിവസങ്ങളാണ് കണക്ക് പ്രകാരം അവശേഷിക്കുന്നത്. 9 പേരാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ബിഗ് ബോസ് എന്ന ടൈറ്റിലാണെങ്കിലും 1-2 പേർക്ക് മാത്രം പണപ്പെട്ടിയിലേക്കും നോട്ടമുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സായി പണപ്പെട്ടി എടുത്തത് കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്നും വാർത്തകൾ പരക്കുന്നുണ്ട്. പെട്ടിയെടുക്കാൻ സായിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് തുടക്കം മുതലേ വ്യക്തമായിരുന്നു. 5 ലക്ഷം രൂപ തന്നെ തുടക്കത്തിൽ വെച്ചതുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. എടുക്കണോ വേണ്ടയോ, ഇതിനപ്പുറം ഒരു നല്ല തുക വന്നില്ലെങ്കിലോ, ഇതായിരിക്കുമോ, അല്ലെങ്കിൽ സാധാരണ തുടക്കത്തിലൊക്കെ 1 ലക്ഷം രൂപയൊക്കെയാണ് വരാറുള്ളത്. എന്തൊക്കെയാണെങ്കിലും കുറച്ചുകൂടെ കാത്തിരുന്നെങ്കിൽ നല്ല ഓഫറുകൾ വരുമായിരുന്നു എന്നുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ അവസ്ഥകളെ വിശകലനം ചെയ്തുകൊണ്ട് ജാസ്മിനോ ജിൻഡോയോ കപ്പടിക്കുമെന്നും ഒരു കൂട്ടം ആളുകൾ പറയുമ്പോഴും മറ്റു പല തർക്കങ്ങളും പുറത്ത് ഉടലെടുക്കുന്നുണ്ട്. കാരണം ഹൗസിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടക്കുന്നത് അവശേഷിക്കുന്ന മത്സരാർത്ഥികളുടെ ആരാധകർ തമ്മിൽ ഹൗസിന് പുറത്താണ്. ജാസ്മിനോ ജിൻഡോയോ അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും വലിയ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് കപ്പിനടുത്തേക്ക് എത്താൻ സാധിക്കൂ എന്നും അഭിപ്രായം പറയുന്നവരുണ്ട്. പക്ഷെ അവിടെയും മറ്റൊരു തരത്തിലുള്ള സംസാരം ഉണ്ടാകുന്നുണ്ട്. സീസൺ 4 ജയിച്ച ദിൽഷ കഴിവുകൊണ്ട് അർഹയാണെങ്കിലും റോബിൻ പോയപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത് അപമാനമായി കണ്ട റോബിൻ ഫാൻസ് ബ്ലെസ്ലിക്ക് പുറകെ പോയി. പിന്നീട് ബ്ലെസ്ലിയുടെ സഹോദരങ്ങൾ റോബിനെതിരെ സ്റ്റോറി ഇട്ടപ്പോഴാണ് റോബിൻ ബ്ലെസ്ലിക്ക് എതിരായി മുഴുവനായും ദിൽഷയ്ക്ക് സപ്പോർട്ട് നിന്നത്. റോബിൻ വീഡിയോ വഴി ദിൽഷയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഒരു വലിയ വിഭാഗം റോബിൻ ഫാൻസ് ദിൽഷയ്ക്ക് സപ്പോർട്ട് കൊടുത്തത്. അല്ലായിരുന്നുവെങ്കിൽ 6ാം സീസണായിട്ടും ലേഡി വിന്നർ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ദാരിദ്ര്യം പിടിച്ച മനസ്സുള്ള കാഴ്ചക്കാരുടെ ബിഗ് ബോസ് എന്ന ടാഗ് മലയാളം ബീബിക്ക് കിട്ടുമായിരുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ചില ബിഗ് ബോസ് ആരാധകരുടെ അഭിപ്രായം. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഇനിയും ആളുകൾ ചിന്തിക്കുക എങ്കിൽ ജാസ്മിന് കപ്പ് എന്നും വിദൂരമായിരിക്കും എന്നും പറയുന്നവരുണ്ട്.